നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവ് ആരാണെന്നുള്ള ഒരു സർവേ നടത്തിയാൽ എപ്പോഴും ദേശീയ തലത്തിൽ മുന്നോട്ട് വരുന്ന പേര് നരേന്ദ്രമോദിയുടേതാണ്. ഇതാണ് കാര്യമെങ്കിലും കേരളത്തിലാണ് ഇതേ സർവേ നടത്തുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും ഏറ്റവും പ്രമുഖനായിട്ടുള്ള, ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ദേശീയ നേതാവ് എന്നുള്ളൊരു റിസൾട്ടും വരുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലുള്ള ജനപ്രിയതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. പ്രധാനമായിട്ടും വി.ഡി. സതീശിൻ്റെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അവരോഹണത്തിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വലങ്കയായി നിൽക്കുന്ന ഒരു നേതാവാണ്. അതേ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി ഒന്ന് ശക്തമായിട്ട് പറയുകയാണെങ്കിൽ കെ.സി. വേണുഗോപാലെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആവശ്യം ഉന്നയിക്കുന്ന സന്ദർഭം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും വി.ഡി. സതീശിന് ജനങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാനും സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യം അല്ല നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്. അപ്പോൾ ഇതിൽ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു നേതൃപാടവും ഇല്ല, അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള അനുയായികളെ പോലും ഒരു ഡിസിഷൻ എടുത്ത് നിലയ്ക്ക് നിർത്താനായിട്ടുള്ളൊരു കഴിവില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ മിക്ക പൊതുസമൂഹവും സോഷ്യൽ മീഡിയയിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു മാറ്ററുമായിട്ടാണ്. ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നേതൃത്വത്തിന് രാഹുൽ ഗാന്ധിക്ക് കഴിവില്ല എന്നുള്ളൊരു അസംഷനിലേക്ക് കേരളത്തിലെ ജനങ്ങളും എത്തുന്നു എന്നുള്ളതാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലുള്ള പ്രതിച്ഛായയ്ക്കും കോൺഗ്രസിൻ്റെ കേരളത്തിലുള്ള മൊത്തത്തിലുള്ള പ്രതിച്ഛായയ്ക്കും വളരെ വലിയൊരു കോട്ടം ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു കാര്യം ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. വി.ഡി. സതീശിന് വേണ്ടി കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും പൊരുതുമ്പോൾ അത് മനസ്സിലാക്കാനാവാതെ നേതൃത്വം ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് തീർത്തും ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനം തന്നെ എടുക്കണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, തൻ്റെ നിലപാട് വ്യക്തമാക്കി ഏറ്റവും കൂടുതലായിട്ടുള്ള ജനപിന്തുണയെ മനസ്സിലാക്കണം എന്നുള്ളതും കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേരളത്തിൽ ഈ ഒരു പ്രശ്നം ഒട്ടും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നേക്ക് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം 7ാം ദിവസമായിട്ടും ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ജനങ്ങളുടെ നെറ്റി ചുളിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കെ.സി. വേണുഗോപാൽ ഏതെങ്കിലും ഒരു രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ അദ്ദേഹത്തിന് 6 മാസത്തിനുള്ളിലുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ നഷ്ടം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും സംഭവിക്കും എന്നുള്ളതാണ് ജനങ്ങൾ ഇതിലൂടെ പറയുന്നത്.